വയനാട് ജില്ലാ പഞ്ചായത്തിലെ മീനങ്ങാടി ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് KSU വയനാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ്. ഇത്തവണ LDFന്റെ കയ്യിൽ നിന്നും വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങളും അതുപോലെ തന്നെ മറ്റ് അനുകൂല ഘടകങ്ങളും സംസ്ഥാനത്തുടനീളം UDFന് അനുകൂലമായ ഒരു തരംഗം നിൽക്കുന്ന സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് നിലവിൽ UDF മികച്ചൊരു വിജയം തന്നെ അവിടെ കൈവരിക്കുമെന്നാണ് നിലവിൽ നമ്മുടെ ഒരു വിലയിരുത്തലുകളുള്ളത്. അതുപോലെ തന്നെ വിവിധ വാർഡുകളിലൊക്കെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ്റെ പല മേഖലകളിലും പോകുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് മുഴുവൻ ആളുകളുടെ അടുത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതുള്ളത്. അതോടൊപ്പം തന്നെ മീനങ്ങാടി ഡിവിഷനിൽ ഒരു ആശയക്കുഴപ്പമായി നിലവിലുള്ളത് UDFന് 2 സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ആ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? അത്തരത്തിലുള്ള യാതൊരു ആശയക്കുഴപ്പമൊന്നും UDFന്റെ ഉള്ളിലില്ല. കൃത്യമായി UDFനുള്ളത് ഒരു സ്ഥാനാർത്ഥിയാണ്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് UDFനുള്ളത്. അത് UDF ജില്ലാ നേതൃത്വം തന്നെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മറ്റ് ആളുകളൊക്കെ തന്നെ ഈ വേറെ പലതരത്തിലുള്ള വാർത്തകളും വിട്ടുകൊണ്ട് UDFന്റെ ക്യാമ്പിനെ UDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കാമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് വരുന്നത്. പക്ഷെ അതൊന്നും UDF ക്യാമ്പിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല. UDF ഐക്യകണ്ഠേന ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്, ഒറ്റക്കെട്ടായാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റു പഞ്ചായത്തുകളൊക്കെ അപേക്ഷിച്ച് മീനങ്ങാടിയിൽ ഘടകകക്ഷികളായ ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിലാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുഴുവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് പോകുന്നത്. താങ്കളുടെ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വളരെ നല്ല രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. യുവാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മളെ നേരിട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അവരൊക്കെ രക്ഷിതാക്കളോട് പോയിട്ട് ഒരു യുവാവാണ് മത്സരിക്കുന്നതിൻ്റെ തരത്തിലുള്ളൊരു സപ്പോർട്ട് കുട്ടികളെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വോട്ട് ചെയ്യണമെന്ന് രക്ഷിതാക്കളുടെ അടുത്ത് പറയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് മൊത്തത്തിൽ നടക്കുന്നത് മീനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം. CPM കാലാകാലങ്ങളായി കുത്തകയാക്കി വെച്ചിരിക്കുന്ന വയനാട് ജില്ലാ പഞ്ചായത്തിലെ മീനങ്ങാടി ഡിവിഷൻ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് KSU വയനാട് ജില്ലാ പ്രസിഡന്റും മീനങ്ങാടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ്. മുഹമ്മദ് ദാനിഷ്, News 1, കൽപ്പറ്റ.